ഏട്ടാ 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 ഏട്ടനെന്താ ഇത്ര സീരിയസ് ആയിട്ട് നോക്കുന്നേ? ഇത് കണ്ടില്ലേ, വീണ്ടും ഒരു വിഗ്രഹമോഷണം. പാണ്ഡവൻചോല ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയിന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹമാണെന്നാ എഴുതിയിരിക്കുന്നത്. വിലമതിക്കാനാവാത്തെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹങ്ങൾക്ക് വലിപ്പമല്ലല്ലോ, പഴക്കമല്ലേ പ്രധാനം. അല്ല, ഈ പാണ്ഡവൻചോല എവിടെയോ കേട്ടതുപോലെ തോന്നുന്നല്ലോ. നമ്മള് പത്മേച്ചിയുടെ കുടുംബക്ഷേത്രത്തിൽ പോയില്ലേ? ആ കുടുംബക്ഷേത്രത്തിൽ ഇരിക്കുന്ന അതേ വിഗ്രഹം തന്നെയാണ് പാണ്ഡവൻചോല ക്ഷേത്രത്തിലും ഇരിക്കുന്നത്. രണ്ട് ദേവിമാർക്കും ഒരേ ഭാവം, ഒരേ രൂപം. അത് പറ. ഞാൻ ഈ വിഗ്രഹത്തിന്റെ ചിത്രം കണ്ടപ്പോ അത് തന്നെയാ മനസ്സിൽ ആലോചിച്ചത്. ഈ വിഗ്രഹത്തിന്റെ രൂപം തന്നെയല്ലേ പത്മയ്ക്ക് നീ അന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തത്? ഇതേ വിഗ്രഹത്തിന്റെ രൂപമല്ല, ഇത് തന്നെയാ. പാണ്ഡവൻചോല ക്ഷേത്രത്തിൽ നിന്നും കാണാതായ അതേ വിഗ്രഹം തന്നെയാണ് ഇപ്പൊ പത്മയുടെ വീട്ടിലെ പൂജാമുറിയിൽ അവര് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ചുമ്മാ ഓരോന്ന് പറയല് ഗംഗ. ഇതാണോ നീ അന്ന് ആ വിഗ്രഹം ഒരു ബോംബാണെന്ന് പറഞ്ഞത്? നീ എന്താ വിചാരിക്കുന്നത്? അവിടെ ആ വിഗ്രഹം ഇരിക്കുന്നുണ്ടെന്ന് പോലീസിനോട് പറയാമെന്നോ? അവർ ചെന്ന് നോക്കുമ്പോ അത് യഥാർത്ഥ വിഗ്രഹമല്ലെന്ന് മനസ്സിലാവില്ലേ? ഏട്ടന് ഗംഗയെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതേ ഇതുകൊണ്ടാണ്. പാണ്ഡവൻചോല ക്ഷേത്രത്തിലിരിക്കുന്ന പാരമ്പര്യമുള്ള വിലമതിക്കാനാവാത്ത വിഗ്രഹം അവിടെ നിന്ന് എടുപ്പിച്ചത് ഞാന്. അതേട്ടാ, പാണ്ഡവചോല ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഏൽപ്പിച്ചവരെടുത്ത അതേ വിഗ്രഹം പത്മയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അതായത് ഈ നാട് മുഴുവൻ പോലീസുകാരെ അരിച്ചു വിറക്കുന്ന വിഗ്രഹം സേഫ് ആയിട്ട് ഇരിക്കുന്നത് പത്മയുടെ വീട്ടിലാണ്. അപ്പൊ എങ്ങനെയാ, അതൊരു ബോംബാണെന്ന് ഏട്ടൻ സമ്മതിക്കുന്നോ? നീ പറയുന്നൊക്കെ സത്യമാണെങ്കിൽ വെറും ബോംബല്ല, അതൊരു അണുബോംബ് തന്നെയാ. ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായാലും പത്മയുടെ കുടുംബത്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഏട്ടൻ വിശ്വസിച്ചില്ലല്ലോ. അതാണ് എന്റെ ധൈര്യം. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് പോലീസിനൊരു ഹിന്റ് കൊടുക്ക്. അവർക്കൊരു മേട്ട് കുടുംബത്തിനെ ഒന്നടങ്കം തൂക്കിക്കൊണ്ട് പോവില്ലേ? തിടുക്കം വേണ്ട. എന്തായാലും പൂജാമുറിയിൽ നിന്ന് ആ വിഗ്രഹം എടുത്ത് മാറ്റാൻ ആരും തീരുമാനിക്കില്ല. അതവിടെ തന്നെ ഇരിക്കട്ടെ. അതിനൊരു സമയം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ വിഗ്രഹം അതിന്റെ ശക്തി കാണിക്കും. പത്മയുടെ കുടുംബത്തിൽ ഒരു മരണം മാത്രമേ സുദർശൻ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കൊടുക്കും ഞാൻ. ഒരാള് ചത്ത് ബാക്കിയുള്ളവർ ജീവിച്ചാലും അത് മരണത്തെക്കാൾ വലിയ ഭീകരമായൊരു ജീവിതമായിരിക്കും. ഗംഗേ, സത്യം പറഞ്ഞ സുദർശൻ അകത്തു പോയപ്പോ നീ പേടിച്ചു പോകുമെന്ന് പറഞ്ഞ് നിനക്ക് കൂട്ടുവന്നതാ ഞാൻ. ഇപ്പോ നിന്നെ എനിക്ക് പേടിയായി തുടങ്ങി. യുദ്ധം ശത്രുക്കളോട് മാത്രല്ലേ ഏട്ടാ, മിത്രങ്ങളോട് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. വിവാഹമൊക്കെ തീരുമാനിച്ച് പത്മ സന്തോഷത്തോടെ കിടന്നുറങ്ങട്ടെ.